എല്ലാവർക്കും തുല്യത, എല്ലാവർക്കും അധികാരം, തൊഴിലാളി വർഗത്തിൻ്റെ ഭരണം. കേൾക്കാൻ ഏറ്റവും മനോഹരമായ മനുഷ്യത്വപരമായ ഒരു ആശയമാണ് കമ്മ്യൂണിസം. എന്നാൽ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഒരു കൈപ്പേറിയ യാഥാർത്ഥ്യം നമുക്ക് കാണാം. ഈ ആശയം നടപ്പിലാക്കിയ സോവിയറ്റ് യൂണിയനിലായാലും ചൈനയിലായാലും വടക്കൻ കൊറിയയിലായാലും ഒടുവിൽ ചെന്നെത്തിയത് ചോദ്യം ചെയ്യപ്പെടാത്ത ഏകാധിപത്യത്തിലാണ്. ഒരിക്കൽ നേതാവായവർ അവിടെ അധിപന്മാരെ പോലെ വാഴുന്നു. ചോദ്യം ചെയ്യുന്നവർ അടിച്ചമർത്തപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ സംഘടനാ ഘടന തന്നെയാണോ ഇതിന് കാരണം? ഇതിനൊരു മികച്ച ഉദാഹരണം 1953 ജോസഫ് സ്റ്റാലിൻ്റെ മരണശേഷം നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. 1956 ഫെബ്രുവരിയിൽ പാർട്ടിയുടെ രഹസ്യ സമ്മേളനത്തിൽ വെച്ച് നികിത ക്രൂഷ്ചേവ് സ്റ്റാലിൻ നടത്തിയ കൂട്ടക്കൊലകളെയും വ്യക്തിപൂജയെയും അതിരൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. അപ്പോൾ സദസ്സിൽ നിന്ന് ആരോ ഒരു കത്ത് ക്രൂഷ്ചേവിന് കൈമാറി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: സ്റ്റാലിൻ ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ആളായിരുന്ന നിങ്ങൾ എന്തുകൊണ്ട് അന്ന് മിണ്ടിയില്ല? കത്ത് വായിച്ച ക്രൂഷ്ചേവ് ദേഷ്യത്തോടെ ചോദിച്ചു, ആരാണ് ഈ ചോദ്യം ചോദിച്ചത്? ധൈര്യമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കൂ. സദസ്സിൽ പെട്ടെന്ന് കല്ലേ പിളർക്കുന്ന നിശബ്ദത പടർന്നു. ആരും എഴുന്നേറ്റില്ല. അപ്പോൾ ക്രൂഷ്ചേവ് ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന അതേ ഭയവും നിശബ്ദതയും ഉണ്ടല്ലോ, അതുതന്നെയാണ് അന്ന് ഞാനും അനുഭവിച്ചത്. അന്ന് ചോദ്യം ചോദിച്ചാൽ ജീവനുണ്ടാകില്ലെന്ന ഭയം കൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഭയത്തിന് പിന്നിൽ അതിൻ്റെ സംഘടനാ ഘടന തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നത് ഡെമോക്രാറ്റിക് സെൻട്രലിസം അഥവാ ജനാധിപത്യ കേന്ദ്രീകരണം എന്ന തത്വത്തിലാണ്. പേരിൽ ജനാധിപത്യമുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ആപ്ലിക്കേഷൻ കടുത്ത കേന്ദ്രീകരണമാണ്. ഈ ഘടനയനുസരിച്ച് പാർട്ടിക്ക് ഉള്ളിൽ ചർച്ചകൾ നടത്താം, എല്ലാവർക്കും അഭിപ്രായം പറയാം. പക്ഷേ മുകളിലിരിക്കുന്ന നേതൃത്വം ഒരിക്കൽ ഒരു തീരുമാനമെടുത്താൽ താഴെയുള്ള എല്ലാവരും അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. ഒരു വിയോജിപ്പും പാടില്ല. ഈ ഘടനയാണ് താഴെത്തട്ടിലുള്ള ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നത്. വിയോജിക്കുന്നവരെ പാർട്ടി വിരുദ്ധർ എന്ന് മുദ്രകുത്തി പുറത്താക്കാനോ അടിച്ചമർത്താനോ ഉള്ള അമിതാധികാരം ഈ സിസ്റ്റം തന്നെ നേതാക്കൾക്ക് നൽകുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു അപകടം വ്യക്തിപൂജ ആണ്. കമ്മ്യൂണിസ്റ്റ് സിസ്റ്റത്തിൽ പാർട്ടിയാണ് പരമാധികാരി. ഗവൺമെൻറ്റും കോടതിയും സൈന്യവുമെല്ലാം പാർട്ടിയുടെ കീഴിലാണ്. അപ്പോൾ പാർട്ടിയുടെ തലപ്പത്ത് വരുന്ന ജനറൽ സെക്രട്ടറി രാജ്യത്തിൻ്റെ സർവാധികാരിയായി മാറുന്നു. ലെനിൻ, സ്റ്റാലിൻ, മാവോ, കാസ്ട്രോ, കിം ഇൽ സുങ് ഇവരെയെല്ലാം നോക്കൂ. ഒരിക്കൽ അധികാരത്തിൽ വന്നാൽ മരണം വരെയോ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് വരെയോ ആ പദവിയിൽ തുടരും. കാരണം അവരെ ചോദ്യം ചെയ്യാൻ പാർട്ടിക്കുള്ളിലോ രാജ്യത്തോ മറ്റൊരു പ്രതിപക്ഷമില്ല. ചോദ്യം ചെയ്യലുകൾ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായും ജനാധിപത്യം മരിക്കുകയും ഏകാധിപത്യം ജനിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം തൊഴിലാളികളുടെ മോചനമാണെങ്കിലും അതിൻ്റെ സംഘടനാ സിസ്റ്റം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു അച്ചടക്കമുള്ള സൈന്യം പോലെയാണ്. ആ സൈനിക സംഘടനയാണ് പലപ്പോഴും ജനാധിപത്യത്തെ വിഴുങ്ങി ഏകാധിപത്യത്തിലേക്ക് വഴിമാറുന്നത്. ആശയം എത്ര നല്ലതാണെങ്കിലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ അത് അപകടമാണെന്ന ഈ വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ക്രൂഷ്ചേവിൻ്റെ ആ മറുപടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള രാഷ്ട്രീയ ചരിത്രപരമായ ആഴത്തിലുള്ള ഡീകോഡിങ്ങുകൾ കാണാൻ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.